പക്ഷെ നമ്മുടെ RRB PO ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. എല്ലാ ബാങ്കിങ് ആസ്പിറൻസും ആ ഒരു ചൂടിലിരിക്കുകയാണ്, ആ ഒരു ത്രില്ലിൽ ഇരിക്കുകയാണ്. നമ്മുടെ ടെലിഗ്രാം ചാനൽസ് ആയാലും ഫുൾ ഇപ്പൊ ബാങ്കിങ് ആസ്പിറൻസിന്റെ ഡൗട്ട്സ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് മിസ്സിന് തോന്നുന്നത്, നമ്മൾ അവരുടെ ഡൗട്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കും? ഉറപ്പായിട്ടും നമ്മൾ ക്ലിയർ ചെയ്യണം. കാരണം ഇപ്പൊ ഓൾറെഡി രേവതി മിസ്സിന്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണുക. അപ്പൊ നമ്മുടെ നോട്ടിഫിക്കേഷൻ വീഡിയോന് താഴെയും നമ്മുടെ ടെലഗ്രാംസിലും ഇവരുടെ ഡൗട്ട്സ് ആണ്. നമുക്കതൊന്ന് ക്ലിയർ ചെയ്യാം മിസ്സേ. കാര്യം അല്ലെങ്കിൽ ഇവര് ആപ്ലിക്കേഷൻ അയക്കുന്നതിന് മുന്നേ അതൊരു ഡൗട്ട് ക്ലിയർ ചെയ്തില്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ മിസ്സേ ഇപ്പൊ ഈ വന്ന നമ്മുടെ ഈ ആപ്ലിക്കേഷൻ പ്രകാരം 2 പോസ്റ്റിലേക്കാണല്ലേ അപ്ലൈ ചെയ്യാം? അതെ, 2 പോസ്റ്റിലേക്കാണ് നമുക്ക് അയക്കാൻ പറ്റുന്നത്. അതായത് ക്ലർക്ക് പോസ്റ്റും ഉണ്ട്, PO പോസ്റ്റും ഉണ്ട്. ഓഫീസർ സ്കെയിൽ 1 നമ്മുടെ PO പോസ്റ്റ് ആണ്. അതേപോലെ തന്നെ ക്ലർക്ക് പോസ്റ്റിന് ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടിപർപ്പസ്. ഈ 2 പേര് കണ്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകുമൊന്നും വേണ്ട. ഇത് രണ്ടും എന്താണ്, ക്ലർക്ക് പോസ്റ്റ് തന്നെയാണ്. പിന്നെ ചിലർക്കുള്ള ഒരു ഡൗട്ടാ മിസ്സേ, 2 പോസ്റ്റിലേക്കും അയക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ ഈ 2ലേക്കും നിങ്ങൾക്ക് അയക്കാൻ പറ്റും. ക്ലർക്കിനായാലും PO ആയാലും 2 പോസ്റ്റിലേക്കും നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ 2ലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 2നും ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടായിരുന്നാൽ മതി. 2 പോസ്റ്റിലേക്കും അയക്കാം. ഒരാൾക്ക് തന്നെ 2 പോസ്റ്റിലേക്കും അയക്കാൻ പറ്റും. പിന്നെ പൊതുവേ ബാങ്കിങ് മേഖലയിലേക്ക് ഒരു ആസ്പിറന്റ് വരുമ്പോ അവരൊക്കെ വിചാരിക്കുന്ന കാര്യമാണ് എന്തായാലും പെട്ടെന്ന് എക്സാം എഴുതി, പെട്ടെന്ന് പഠിച്ച് പെട്ടെന്ന് എക്സാം എഴുതി പെട്ടെന്നൊരു ജോലി. ബാങ്കിങ് മേഖലയിലേക്ക് ആൾക്കാർ വരുന്നതിന്റെ പ്രധാന. അപ്പൊ അങ്ങനെയാണെങ്കിൽ മിസ് ഒന്ന് കുട്ടികളടുത്ത് പറയോ, എത്ര ഡ്യൂറേഷൻ ആണ് ഉണ്ടാവുക ഫുൾ ഈ RRBയുടെ ഒരു കംപ്ലീറ്റ്? അതായത് ഇപ്പൊ നിങ്ങൾ ഓൾറെഡി IBPSന്റെ കലണ്ടർ വന്നത് അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ? നേരത്തെ ജനുവരിയിലെ നമ്മുടെ കലണ്ടർ റിലീസ് ചെയ്തതാണ്. നമ്മുടെ പ്രിലിംസ് എക്സാം ഓഗസ്റ്റ് 3 സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ? POന്റെയും ക്ലർക്കിന്റെയും ഓഗസ്റ്റ് 3 സ്റ്റാർട്ട് ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്കിന് പ്രിലിംസ് കഴിഞ്ഞ് 2 ആഴ്ചക്കുള്ളിൽ പ്രിലിംസിന്റെ റിസൾട്ട് വരും. അത് കഴിഞ്ഞ് 2 ആഴ്ചക്കുള്ളിൽ മെയിൻസ് ആകും. അപ്പൊ പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസ് പഠിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് മണ്ടത്തരമാണെന്ന് നമ്മൾ ഓൾറെഡി കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ക്ലർക്കിനാണെങ്കിൽ നമ്മുടെ അത് കഴിഞ്ഞിട്ടുള്ള ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും ഇല്ല. ക്ലർക്ക് ആണെങ്കിൽ മെയിൻസ് കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് പിന്നെ ഒന്നുമില്ല, നിങ്ങൾ റിസൾട്ടിന് മാത്രം വെയിറ്റ് ചെയ്താൽ മതി. പക്ഷെ PO ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാം കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഇന്റർവ്യൂ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻസിന്റെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവർ പറയും, ഇന്റർവ്യൂവിന്റെ ഡേറ്റ് ഒക്കെ പറയും. സോ അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞ് ജനുവരി 1 റിസൾട്ട് വരും. ലഡു പ്രതീക്ഷിക്കാം, കുറെ ലഡു ഉറപ്പായിട്ടും. കുറെ അധികം ലഡു, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കാണാൻ വരുമെന്ന്, അല്ലെങ്കിൽ നമ്മളൊരു സക്സസ് പാർട്ടി നടക്കുമെന്നും ഒക്കെ ഞങ്ങൾ ഇവിടെ ഓൾറെഡി ഞങ്ങൾ എല്ലാവരും കൂടെ പറയുന്നുണ്ട്. കേരളത്തിലെ കുട്ടികൾ പൊതുവെ ഈ RRBയുടെ ആപ്ലിക്കേഷൻ വരുമ്പോ തന്നെ അവര് ഫോക്കസ് ചെയ്താണ് നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്ക് ആണ്. മിസ്സിന്റെ ഒരു സജഷൻ എന്താണ്, കേരള ഗ്രാമീൺ ബാങ്ക് തന്നെ ഫോക്കസ് ചെയ്ത് അപ്ലൈ ചെയ്യണോ അതോ വേറെ RRBs ഇല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഇഷ്ടമാണ്. ഈ കൂടുതൽ ആസ്പിരൻസും കേരളം അല്ലെങ്കിൽ കേരള ഗ്രാമീൺ ബാങ്ക് ഫോക്കസ് ചെയ്യുന്നതിന്റെ കാരണം വീടും സ്വന്തം നാടും റേഷൻ കടയും മാത്രം, അതായത് കേരളത്തിൽ തന്നെ ജോലി ചെയ്യാം. നമുക്കിപ്പം ട്രാൻസ്ഫർ കിട്ടുവാണെങ്കിലും ട്രിവാൻഡ്രം ടു കാസർഗോഡ് വരെയേ ഉള്ളൂ. അപ്പൊ അവർക്ക് ഇച്ചിരി കൂടെ കൺവീനിയന്റ് അതായിരിക്കും. പിന്നെ വേക്കൻസി ഒക്കെ നോക്കി വേറെ സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് വെക്കാം. പക്ഷേ ഇവര് ഇപ്പൊ കർണാടകയും തമിഴ്നാടൊക്കെ വേക്കൻസി നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. പക്ഷെ അവിടെ എന്താണ് നമ്മുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് നിങ്ങൾ പാസ്സായിരിക്കണം. അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. കാരണം അവിടുത്തെ സാധാരണ ആൾക്കാരായിരിക്കത്തില്ലേ നമ്മുടെ ബാങ്കിൽ വരുന്നത്. അപ്പൊ അവരോട് സംസാരിക്കാനുള്ള ഒരു പ്രൊഫിഷ്യന്റ് ആയിരിക്കണം. നമ്മൾ ആ ഒരു ലാംഗ്വേജ് നമുക്ക് അറിവുണ്ടായിരിക്കണം. LPT ഉണ്ടായിരിക്കും. അത് കുട്ടികളെല്ലാവരും ഒന്ന് ഓർത്തിരിക്കണം. പിന്നെ നമുക്ക് നോട്ടിഫിക്കേഷനിൽ വായിച്ച ആളാണെങ്കിൽ അവർക്കറിയാം 18 വയസ്സും അതിൽ കൂടുതലുള്ളവർക്കാണ്. അപ്പോ ആ ഏജ് റിലാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആ ഏജിനെ കുറിച്ചൊന്ന്. അതെ, ഇവർക്കൊക്കെ ഉള്ള ഒരു ഡൗട്ടാണ് മാക്സിമം എത്ര ഏജ് വരെ നമുക്ക് അയക്കാൻ പറ്റും. ഇപ്പൊ ക്ലറിക്കൽ പോസ്റ്റ് ആണെങ്കിൽ 18 മുതൽ 28 വയസ്സ് വരെയാണ് നമ്മുടെ ജനറൽ കാറ്റഗറിക്ക് പറയുന്നത്. PO ആണ്, ഓഫീസർ സ്കെയിൽ 1 ആണെങ്കിൽ 18 മുതൽ 30 വയസ്സ് വരെയാണ്. പക്ഷെ പിന്നെ നമുക്ക് റിസർവേഷൻ ഉണ്ടല്ലോ മിസ്സേ. അതെ, നമ്മുടെ SC/ST കാറ്റഗറി ആണെങ്കിൽ നമ്മുടെ ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത് 5 വർഷമാണ്. OBC ആണെങ്കിൽ അത് 3 വർഷമായിട്ട് വരും. അപ്പൊ ആ ഏജ് റിലാക്സേഷനും കൂടി നിങ്ങളൊന്ന് നോക്കിയിട്ട് ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. ഓൾറെഡി മിസ്സേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ IBPS എക്സാം എഴുതാനുള്ള IBPS RRBയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജനറലി സ്റ്റുഡൻസ് ചോദിക്കുന്ന കാര്യമാണ്, ഈ ഫൈനൽ ഇയർ ആണ്, ഞാൻ ഫൈനൽ ഇയർ ആണ്, എനിക്ക് എഴുതാൻ പറ്റുമോ? ഒരു ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് പറ്റുമോ? അത് ശരിക്കും നമ്മുടെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രി അല്ലേ? അപ്പൊ നമ്മൾ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ നമുക്ക് ഡിഗ്രി ആയിട്ടില്ല. അപ്പൊ പിന്നെ നമുക്ക് ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് എഴുതാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് വേണേൽ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യാം. അടുത്ത വർഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാൻ പറ്റും. അപ്പൊ നമുക്കൊരു ഡിഗ്രി ഉണ്ടായിരിക്കണം. നമ്മുടെ നോട്ടിഫിക്കേഷനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് 27/6/2024 മുന്നേ നിങ്ങളുടെ റിസൾട്ട് വരണം. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിലേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മുടെ റിസൾട്ട് വരുന്ന സമയത്ത് എന്ത് വേണം?
സർട്ടിഫിക്കറ്റ് വേണം, കാരണം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരും. അപ്പൊ ഒരു ക്ലറിക്കൽ പോസ്റ്റിലാണ് നമ്മുടെ സ്റ്റുഡൻസ് സെലക്ട് ആവുന്നതെങ്കിൽ ജനുവരിയിലേക്ക് സർട്ടിഫിക്കറ്റ് മതി. പക്ഷെ നിങ്ങളൊരു POയിലാണ് സെലക്ട് ആവുന്നതെങ്കിൽ നമുക്കൊരു നവംബറിലേക്കൊക്കെ വേണ്ടി വരും. കാരണം നമുക്ക് മെയിൻസ് കഴിയുമ്പോഴത്തേക്കിന് ഇന്റർവ്യൂ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇന്റർവ്യൂവിന്റെ സമയത്ത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുചെല്ലേണ്ടി വരും. അപ്പൊ അന്നേരത്തേക്കിന് മതി. അപ്പൊ നിങ്ങൾക്ക് റിസൾട്ട് വന്നവരൊക്കെയാണ്, നിങ്ങൾ പാസ്ഡ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോ സപ്ലി ഉള്ളവർക്ക് അവർക്ക് പറ്റുമോ? സപ്ലി ഉള്ളവർക്ക് ഇപ്പൊ റിസൾട്ട് വന്നിട്ടില്ല, അപ്പൊ നമ്മൾ ഗ്രാജുവേഷൻ ആയി അല്ലെങ്കിൽ പാസ്ഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു ബാങ്കർ ആകണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ബാച്ചിലൊക്കെ ചേർന്ന് ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ സപ്ലിയും കൂടെ എഴുതിയെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്നാണോ റിസൾട്ട് വരുന്നത് അതിനുശേഷം വരുന്ന നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഏത് എക്സാംസ് ആണ്, ഇപ്പൊ നമ്മളുടെ SBIയുടെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ്. 10,000+ വേക്കൻസീസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അന്നേരത്തേക്കൊക്കെ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആകുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അത് എഴുതാം. നമ്മുടെ അച്ചീവേഴ്സ് ബാച്ചിന്റെ കാര്യം ഇപ്പൊ എടുത്തു പറയേണ്ടതാണ്. കാരണം ബേസ് ലെവൽ തൊട്ടാണ് നമ്മുടെ അച്ചീവേഴ്സ് ബാച്ച് പഠിപ്പിക്കുന്നത്. അപ്പോ ബേസ് ലെവൽ ഒട്ടും സ്ട്രോങ് അല്ല, എന്നിട്ടും നിങ്ങൾക്ക് ഒരു ബാങ്ക് ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള അച്ചീവേഴ്സ് ബാച്ച്. മിസ്, പിന്നെ നോട്ടിഫിക്കേഷനിൽ കണ്ട കാര്യമാണ് കമ്പ്യൂട്ടർ നോളജ് വേണമെന്ന്. അപ്പൊ നമ്മളൊരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചിട്ടുണ്ടാവണോ, സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും? അങ്ങനെയൊന്നും നിർബന്ധമില്ല. നമുക്കൊരു കമ്പ്യൂട്ടർ നോളജ് ഉണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. അതിന് നമുക്ക് യെസ് ഓർ നോ എന്ന് കൊടുക്കാം. അല്ലാതെ കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആണ് എന്ന് അവർ ഒരു നോട്ടിഫിക്കേഷനിലും പറയുന്നില്ല. പക്ഷെ നമുക്ക് ആ ഒരു നോളജ് ഉണ്ടായിരിക്കണം. കാരണം നമുക്ക് തന്നെ അറിയാം നമ്മൾ അവിടെ പോയി വർക്ക് ചെയ്യേണ്ടതാ, സാധനങ്ങളും ചെയ്യുന്നത് കമ്പ്യൂട്ടറിലാണ്. അപ്പൊ ആ ഒരു ബേസിക് നോളജ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ സർട്ടിഫിക്കറ്റ് വേണം എന്ന് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടൂ എന്നൊന്നും നോട്ടിഫിക്കേഷനകത്തിൽ പറയുന്നില്ല. പിന്നെ വരുന്ന ഒരു കാര്യമാണ് ക്രെഡിറ്റ് ഹിസ്റ്ററി, സിവിൽ സ്കോർ ഒക്കെ. ഇപ്പൊ ഒരു കാൻഡിഡേറ്റിന് ഇത്ര ക്രെഡിറ്റ് സ്കോർ ഉണ്ടായാലേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അങ്ങനെ ക്രെഡിറ്റ് സ്കോറുമായിട്ട് അപ്ലിക്കേഷൻ എന്തെങ്കിലും ബന്ധമുണ്ടോ? അവർ പറയുന്നുണ്ട്. നമ്മുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വായിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വായിക്കണം. അതിൽ പറയുന്നുണ്ട് മിസ്സേ, ഇതേപോലെ നമുക്ക് ഇത്ര ക്രെഡിറ്റ് സ്കോർ വേണം. ഇത്ര ക്രെഡിറ്റ് സ്കോർ എന്നല്ല, നമുക്കൊരു ഹെൽത്തി ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടായിരിക്കണം. അതായത് ഇപ്പം നമ്മൾ എന്തെങ്കിലും ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലോ, ഇപ്പം അക്കൗണ്ട് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ തിരിച്ചടയ്ക്കാണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ അതിന് സമയമുണ്ട്. നമുക്ക് ഇതിന്റെ പ്രോസസ്സ് ജനുവരിയിലേക്കേ ഉള്ളൂ. അപ്പൊ നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കാം. ഓരോ RRBക്കും ഇത്ര ക്രെഡിറ്റ് സ്കോർ എന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഇനിയിപ്പോ RRB കണ്ടുപിടിക്കുകയാണ് നിങ്ങൾക്ക് ഇത്ര ക്രെഡിറ്റ് സ്കോർ ലാക്കിംഗ് ആണ്, നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി അത്ര നല്ലതല്ല, അങ്ങനെ ഒരു RRB കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു കാൻഡിഡേറ്റിനെ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള കംപ്ലീറ്റ് അധികാരം നമ്മുടെ RRB അത് നോട്ടിഫിക്കേഷനകത്തിൽ അവര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാരും അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതെ, നമ്മുടെ റിസൾട്ട് ഒക്കെ വരാനാകുമ്പോഴത്തേക്കും നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം, ബെറ്റർ ആക്കാൻ. അതൊന്നും ടെൻഷൻ ആകേണ്ട കാര്യമില്ല. നിങ്ങൾ അതൊന്ന് ക്ലിയർ ചെയ്തിരുന്നാൽ മതി. ഏറ്റവും ഇമ്പോർട്ടന്റ് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മുടെ ക്ലർക്കിന് എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഇല്ല. അതുപോലെ POക്കും എക്സാം ഉണ്ടോ ഇല്ലേ? POയ്ക്ക് ഡിസ്ക്രിപ്റ്റീവ് ഇല്ല. നമുക്ക് PO എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഡിസ്ക്രിപ്റ്റീവ് വരും. അതെ അതെ അതെ, എല്ലാവർക്കും തോന്നുന്നതാണ്. പക്ഷെ നമുക്കത് IBPS POയ്ക്കും SBI POയ്ക്കും ആണ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ഉള്ളത്. നമുക്ക് RRBക്ക് ഇല്ല. നമുക്ക് പ്രിലിംസിന് ഇംഗ്ലീഷ് ഇല്ല, പക്ഷെ മെയിൻസിന് ഇംഗ്ലീഷ് ഉണ്ട്. ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ്, അതായത് എസ്സേ റൈറ്റിംഗ്, അതേപോലെ ലെറ്റർ റൈറ്റിംഗ്, അതൊന്നും നമുക്ക് RRBക്ക് ഇല്ല. ഇംഗ്ലീഷിൽ കുറച്ച് ബാക്കോട്ട് ഇരിക്കുന്നവർക്കും ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു, അതായത് എനിക്ക് ഇംഗ്ലീഷ് വീക്ക് ആയിട്ടുള്ള ഒരാൾക്ക് ബാക്കിയുള്ള 2 സബ്ജക്ട് സ്ട്രോങ് ആണെങ്കിൽ കയറി വരാൻ പറ്റുന്ന ഒരു എക്സാം ആണ് RRB. പൊതുവെ കണ്ടിട്ടുണ്ട് മാത്സിൽ നല്ല ടാലന്റ് ഉണ്ടാവും, പക്ഷേ ഇംഗ്ലീഷ് ലാംഗ്വേജ് ബാരിയേഴ്സ് ഉണ്ടാവും. അതെ, അപ്പൊ അവർക്ക് കയറി വരാൻ പറ്റിയ ഒരു എക്സാം തന്നെയാണ് നമ്മുടെ RRB. പൊതുവെ ഒരു പ്രിലിംസ് എക്സാം കഴിയാണ്. അപ്പൊ അതിന്റെ ഹോൾ ടിക്കറ്റ് ഒക്കെ ആ എക്സാമിന്റെ നമ്മൾ എക്സാം കഴിയുന്നവരെ നമ്മൾ ഇങ്ങനെ പൊന്നുപോലെ സൂക്ഷിക്കും. എക്സാം കഴിയുമ്പോഴത്തേക്ക് ഇത് അങ്ങോട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടിടും. എക്സാമിന് ഈ എക്സാമിന് വരാൻ പോകുന്ന എക്സാമിന് അത് പറ്റുമോ? അത് പറ്റില്ല, ശ്രദ്ധിച്ചോണം. കാരണം പ്രിലിംസിന്റെ ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്നത് അവിടെ ആരും വാങ്ങിച്ചു വെക്കില്ല. നമ്മളത് സൂക്ഷിച്ചു വെക്കണം. കാരണം നമ്മൾ പ്രിലിംസിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ നമ്മൾ ആ ഹോൾ ടിക്കറ്റും മെയിൻസ് എക്സാംസിന് കൊണ്ടുകൊണ്ട് വരും. സോ അത് എല്ലാവരും ശ്രദ്ധിച്ചോണം. അത് ആരും കളയാൻ പാടില്ല. ആരും തോണിയൊന്നും ആക്കി പറത്തി വിടാണ്ടിരിക്കും. അതെ, പറത്തി വിടാതിരിക്കും. മിസ്, ഇപ്പൊ ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, പെട്ടെന്ന് വന്നൊരു കാര്യമാണ് ഈ സെക്ഷണൽ ടൈം എന്ന് പറയുന്നത്. അത് മിസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എക്സാം പാറ്റേൺ ചേഞ്ച് ആയി എന്ന് പറയുന്നത് സെയിം സാധനം നമുക്ക് മെയിൻസിൽ എക്സ്പെക്ട് ചെയ്യാവോ? മെയിൻസിനും ഉണ്ട്. മെയിൻസിനും അവർ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ നമുക്ക് 2 മണിക്കൂർ. പ്രിലിംസിൽ നിന്ന് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിംഗ് മാത്രമേ ഉള്ളൂ. പക്ഷെ മെയിൻസിലേക്ക് വരുമ്പോൾ മിസ്സിന്റെ GAയും കമ്പ്യൂട്ടറും ഒക്കെ കൂടെ ആഡ് ആയിട്ട് ടോട്ടൽ 2 മണിക്കൂറാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ 2 മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ ഇതെല്ലാം നമ്മുടെ ടൈം ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷെ മേ ബി ഈ വർഷം അത് സെക്ഷണൽ ടൈമിംഗ് വരാം. എല്ലാവരും ടെൻഷനിലാണോ?
മെയിൻസ് എങ്ങനെ പഠിക്കും ഇതുവരെ ഇല്ലാത്ത കാര്യം പെട്ടെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷൻ ആയിരിക്കും അല്ലെ. ടെൻഷന്റെ ആവശ്യമൊന്നും ഇല്ല. നമ്മളിപ്പോ ഓൾറെഡി നമ്മുടെ സൈലത്തിന്റെ വേണ്ട മെയിൻസ് ബൂസ്റ്റർ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി നമ്മുടെ അച്ചീവേഴ്സ് ബാച്ച് ഉണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ബേസ് തൊട്ട് നമ്മുടെ അഡ്വാൻസ്ഡ് ലെവൽ വരെ വേണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഏത് ബാച്ചിലാണ് അച്ചീവേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യണം. ഇനി നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആണ്. ഇതിനെ കൂടി എനിക്ക് ടെലിഗ്രാമിൽ കുറെ പേര് മെസ്സേജ് അയച്ചു, മിസ് ഞങ്ങളുടെ ബേസ് ഒക്കെ സ്ട്രോങ് ആണ്, അത്യാവശ്യം പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ബാച്ചാണ്, ഏത് ബാച്ച് വേണം, ബൂസ്റ്റർ ബാച്ചിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്. ഇവര് തന്നെ എല്ലാവരോടും പറഞ്ഞിട്ടാ നമ്മൾ മെയിൻസ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. കാരണം ഞങ്ങൾക്ക് വേഗത്തിൽ പഠിക്കണം, മെയിൻസ് ഞങ്ങൾക്ക് സ്ട്രോങ് ആക്കണം. അപ്പൊ നമ്മുടെ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും വേഗം തന്നെ നമ്മുടെ മെയിൻസ് ബൂസ്റ്റർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കണം, കൂടുതൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യണം. നമുക്കറിയാം ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്രാക്ടീസ് ആണ്. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ആരാണോ പ്രോബ്ലം ചെയ്തത് അവർക്കാണ് വിൻ ചെയ്യുക. എക്സാം ഈസ് ഓൾ അബൌട്ട് പ്രാക്ടീസ്. അതെ, അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യാം. മിസ് പറഞ്ഞോളൂ കൂടുതൽ ഡീറ്റെയിൽ. ജൂൺ 19 നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ പ്രാക്ടീസ് നിങ്ങൾ മുടക്കാതിരിക്കുക. മോക്കൊക്കെ ഇപ്പൊ റിപ്പീറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മോക്കൊക്കെ നന്നായിട്ട് ചെയ്യുക. അത് പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും നിങ്ങൾ ടെൻസ്ഡ് ആകുമൊന്നും വേണ്ട. എന്ത് പാറ്റേൺ ചേഞ്ച് വന്നാലും നമ്മൾ ഒരുമിച്ച് നിന്ന് നന്നായിട്ട് പഠിച്ച് ചെയ്യാം അല്ലെ മിസ്? അതെ. അപ്പൊ ഇന്നത്തെ ഈ സെഷനിലൂടെ നിങ്ങൾക്ക് ഉണ്ടായ ഓൾമോസ്റ്റ് ക്വയറീസ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുക, നമ്മുടെ വീഡിയോന്റെ അടിയിൽ കമന്റ് ചെയ്യുക. നമ്മൾ ഇനിയുള്ള സെഷനിൽ നമ്മുടെ ക്ലാസ്സിലായാലും ഇനിയുള്ള അങ്ങോട്ട് ഏതെങ്കിലും സെഷൻസ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ താങ്ക് യു എല്ലാവർക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.